നിന്ന് പൊട്ടി വീണതുപോലെ 24 കൊല്ലം മുമ്പാണ് സ്വാമി ഇവിടെ അവതരിക്കുന്നത്. മുഷിഞ്ഞു കീറിയ വസ്ത്രങ്ങളുമായി തള്ളി നീക്കി. ഒക്കെയും ഭഗവാന്റെ ഓരോ ലീലാവിലാസമെന്ന് ജനം. ഭക്തജനങ്ങൾ കാണാനെത്തുമ്പോ ദേഹമാകെ പുഴുവരിച്ചിരിക്കുകയായിരുന്നത്രേ സ്വാമി. നല്ല നീളവും വണ്ണവുമുള്ള രസികൻ പുഴുക്കൾ. സ്വാമിയെ ആശുപത്രിയിൽ എത്തിക്കാമെന്നായി ഇത് കണ്ട ഭക്തർ. സ്വാമി ആളാരാ മോൻ? പോയില്ലെന്നേ. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴോ പുഴുവരിച്ച ദേഹത്തിന് പകരം നല്ല തുടുത്തു മിനുത്ത ശരീരം. പോരെ പൂരം. ഭയങ്കര പിന്നെ മാസ്മര ശക്തിയൊക്കെ ബാവയ്ക്ക് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു 5, 10, 20 കൊല്ലം മുമ്പ് കാലുമെന്നിങ്ങനെ ഭയങ്കര പുഴു അടിച്ച് കയറി എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഭയങ്കര പുഴു. നമ്മൾ ചാണകത്തിലൊക്കെ കാണുന്നില്ല, ഒരു ഭയങ്കര അമ്മാരി ഒരു 10-60 എണ്ണം വന്നിട്ട് സ്വാമീനെ ഡോക്ടർമാരൊക്കെ ചികിത്സിക്കാൻ വന്നിട്ട് ആരെയും സ്വാമി അടുപ്പിച്ചില്ല. 3 ദിവസം കൊണ്ട് ആ പുഴയുടെ പോയി ആ പൊട്ട അവിടെ ആ ചണ്ണേൻ്റെ അടുത്ത് കാണാം ഒരു പൊട്ട്. ആ ചണ്ണേൻ്റെ അടുത്ത് സ്വാമിജീൻ്റെ ഈ ഭാഗത്ത് ഭയങ്കര പൊട്ടുണ്ട്. അതിൻ്റെ അത് നിറച്ചും പുഴുകയും നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അന്നേരം ഏതാണ്ട് സ്വാമിയുടെ യഥാർത്ഥ ഭക്തനായി മാറി. ദിവ്യരോഗവും രോഗശാന്തിയും നാട്ടിൽ പാട്ടായതോടെ സ്വാമിക്ക് ഇരിക്കാൻ ഇവിടെ ഇരിപ്പിടമായി. സ്വാമിയെ വിളക്ക് വെച്ച് പൂജിക്കാനും ആരാധിക്കാനും തുടങ്ങി. ഭിക്ഷക്കാരനായിരിക്കെ സ്വാമിയെ തല്ലാൻ ഓടിച്ചവർ താണു വണങ്ങാൻ തുടങ്ങി. ഇവിടെ ഭജനയൊക്കെ നടക്കാറുണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷമൊക്കെ ജനങ്ങൾ കൂടിയിട്ട് ചുരുങ്ങിയൊരു 5-8 ആളൊക്കെ ഇരുന്നിട്ട് ഭജനയൊക്കെ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ നാട്ടിൽ ആരോ ചിലർ സ്വാമിക്ക് പരമശിവന്റെ ഒരു ലുക്ക് കണ്ടുപിടിച്ചു. അതോടെ സ്വാമി കയറി ദൈവവുമായി. ദൈവത്തെ കാണുന്ന പോലെ ചിലരിപ്പോൾ സ്വാമി നോക്കുമ്പോൾ എനിക്ക് ഇന്ന് 3 പ്രാവശ്യം സ്വാമീനെ നോക്കി എനിക്ക് പരമശിവൻ്റെ ഇത് വെറുതെ പറയല്ല, പരമശിവൻ്റെ ഒരു ലുക്കാണ്. പെട്ടെന്ന് ഭഗവാന്റെ മുഖത്തിൽ എന്തോ ഒരു ചൈതന്യം വന്നിട്ട് ഇന്നെ 3 പ്രാവശ്യം ഇപ്പം നോക്കി. ബാക്കി 2 ഭക്തന്മാരിപ്പോൾ അങ്ങോട്ട് എണീറ്റ് പോയതാണ്. ഞാനൊറ്റയ്ക്ക് പിന്നെ ഞാനേ ഇവിടെയുള്ളൂ. അങ്ങനെ ദർശനം തന്ന് സ്വാമീനെ രക്ഷിക്കുന്നുണ്ട്. പഴവും മുന്തിരിയും ചോറും കറിയുമൊക്കെ ഭക്തർ കവറിലാക്കി കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കും. അത് സ്വാമി തൊടുകയോ ഭക്തജനങ്ങളെ തൊടാൻ അനുവദിക്കുകയോ ഇല്ല. അത് അവിടെ കിടന്ന് അങ്ങനെ ചീഞ്ഞു നാറും. ഒരാനയെ പിടിച്ച് തിന്നാനുള്ള വിശപ്പുമായി അപ്പോൾ സ്വാമി ഒരു വരവുണ്ട്. പിന്നെ ഒരു തീറ്റയാണ്. ചീഞ്ഞതും പുഴുത്തതുമൊക്കെ പുള്ളിക്ക് പഥ്യം. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലമൊക്കെ ഭക്ഷണം കഴിക്കാണ്ട് തന്നെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ആളുകൾ കൊണ്ടുവച്ച പൊതിച്ചോറൊക്കെ ഇവിടെ ഉണ്ടാവും. അത് ഒരു 20 എണ്ണം 5 എണ്ണയ്ക്ക് ഒന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അന്നേരം ഒരു വിഷമ അസുഖമൊന്നും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഒരിക്കൽ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒരു മാസത്തേക്ക് ആ ഭാഗത്തേക്ക് സ്വാമി തിരിഞ്ഞു നോക്കില്ലത്രേ. ഈ സമയം ഭക്തർ ഭക്ഷണം കൊണ്ടുവന്ന് കൂട്ടിയിടും. തൻ്റെ ഭക്ഷണപ്പൊതികളിൽ ഒന്നുപോലും ഇന്നോളം സ്വാമി ഒരു ഭക്തനും നൽകിയിട്ടില്ലത്രേ. ഈ കൂട്ടിയിട്ടിരിക്കുന്നൊക്കെ അങ്ങനത്തെ ഭക്ഷണം എടുത്തിട്ട് കൊണ്ടു കൊടുത്താ കഴിക്കാതെയത് ബാക്കിയായത് നിൽക്കാൻ ഇതെടുത്ത് മാറ്റാൻ സമ്മതിക്കില്ല. എടുത്താൽ പ്രശ്നമാണ്. സ്വയം രോഗശാന്തി വരുത്തി ലോകത്തെ ഞെട്ടിക്കുക മാത്രമല്ല സ്വാമി ചെയ്തത്, പിന്നെയോ ഭക്തർക്ക് രോഗശാന്തിക്ക് കാരണക്കാരനാവുകയും ചെയ്തു. രോഗം വന്നാൽ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചാൽ മതിയത്രേ. രോഗം പമ്പ കടന്നോളും. ഇക്കണക്കിനാണെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെ കഞ്ഞുകൂടി മുട്ടില്ലേ എന്ന് വിരോധികൾ. പെട്ടെന്ന് നമുക്കൊരസുഖം വന്നാൽ സ്വാമീൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ സ്വാമി നല്ല ചിരിച്ച് ജാവെന്നറിയൂ. അപ്പോൾ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് അസുഖം ഡോക്ടറെ കാണിക്കാണ്ട് തന്നെ മാറുന്നുണ്ട്. ഈ ഭഗവാന് മുന്നിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആരുമല്ലെന്നേ. അല്ലെങ്കിൽ ഈ ബാബാ ഭക്തൻ ഇങ്ങനെ പറയുമോ? ഞമ്മക്കൊരു സുഖം തോന്നുന്നുണ്ട്. എത്രയോ ഒരു 500 പ്രാവശ്യം ഗുരുവായൂർ പോകുന്നു, ഒരു പ്രാവശ്യം ഇവിടെ വരുന്നതായിട്ട് ഒരു വൈബ്രേഷൻ സ്വാമീൻ്റെ അടുത്ത് എനിക്ക് ജപിക്കുമെന്ന് വെച്ചാൽ സ്വാമിക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഭഗവാന്റെ ഒരു ആ ഫേസ് കാണുമ്പോൾ ഒന്ന് ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു വലിയ ആനന്ദമാണ്. നാടാകെ ആൾ ദൈവങ്ങളും യോഗികളും പെരുകുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെയും ഒരു ദൈവം. മാഞ്ഞൂരാൻ ഹൗസിംഗ്